ഞാൻ മുരളി മേനോൻ, ഒരു സംഗീതോപാസകനാണ്. സിതാർ എന്ന സംഗീതോപകരണമാണ് എൻ്റെ മുഖ്യമായിട്ട് ഞാൻ വായിക്കുന്നത്. സംഗീത സംവിധാനവും അങ്ങേയറ്റം ഞാൻ ചെയ്യുന്നുണ്ട്. സംഗീതത്തിൻ്റെ ഒരു സബര്യ ജീവിതത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. സംഗീതം ദൈവത്തിൻ്റെ വരദാനമാണല്ലോ. അപ്പം നമ്മുടെ എല്ലാ ജീവജാലങ്ങളിലും സംഗീതത്തിൻ്റെ ഒരു അംശം നിറഞ്ഞിരിപ്പുണ്ട്. സംഗീതത്തിന് മനുഷ്യരെ മാറ്റിയെടുക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ ഈ മാർഗത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് സാറിൻ്റെ ബാല്യകാലത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ബാല്യം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് കക്കിടിപ്പുറം എന്നൊരു ഗ്രാമത്തിലാണ്. ആലങ്കോട് വില്ലേജിലുള്ള കക്കിടിപ്പുറം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അത് മലപ്പുറം ജില്ലയിലാണ്. തീർച്ചയായും എൻ്റെ ബാല്യം വളരെ എല്ലാവരുടേതും പോലെ തന്നെ വളരെ സന്തോഷപ്രദവും ആനന്ദപ്രദവുമായിരുന്നു. പ്രത്യേകിച്ച് ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെ സൗന്ദര്യം ഞങ്ങളുടെ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നൊരു പശ്ചാത്തലമായിരുന്നു. നെൽവയലുകളും പ്രകൃതി രമണീയമായ ഒരു ടോപ്പോഗ്രാഫി ആയിരുന്നു അവിടെ. കുന്നും പുഴയും തോടുകളും നെൽപ്പാടങ്ങളും മാവും തെങ്ങും കവുങ്ങും വാഴക്കൂട്ടങ്ങളും ഒക്കെ കലർന്ന പ്രകൃതി രമണീയമായ ഒരു ഞങ്ങളുടെ ആലങ്കോട് കക്കിടിപ്പുറം ഗ്രാമത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ വിദ്യാഭ്യാസത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും ഗ്രാമങ്ങളിലുള്ള ചില സവിശേഷത എന്ന് പറയുന്ന ഒരു സ്കൂൾ അവിടെ ഉണ്ടാവും. സ്കൂളിന് ചുറ്റും ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാവും. അവിടെ നമ്മൾ ഓടിക്കളിച്ച് പഠിച്ച് വളർന്ന ഓർമ്മകൾ തീർച്ചയായും ഉണ്ടായിരിക്കും. അത്തരം ഓർമ്മകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കക്കിടിപ്പുറം സ്കൂളിൽ ഞാൻ പഠിച്ച കാലം ഒരു എഴുത്തച്ഛൻ്റെ സ്കൂളായിരുന്നു. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എഴുത്ത് പഠിപ്പിക്കുന്നവരായിരുന്നു ആ കുടുംബം. അപ്പോൾ ആ കുടുംബത്തോടുള്ള കടപ്പാട് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കുടുംബത്തിൻ്റെ സ്കൂളായിരുന്നു കക്കിടിപ്പുറം KVUP സ്കൂൾ എന്ന് പറയുന്നത്. ആ വിദ്യാലയത്തിലെ ഒരു 7ാം ക്ലാസ് വരെ പഠിച്ചു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള പഠനം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ 2 ജ്ഞാനപീഠ ജേതാക്കളെ സൃഷ്ടിച്ച മഹാകവി അക്കിത്തത്തെയും MT വാസുദേവൻ നായരെയും അവർ പഠിച്ച വിദ്യാലയമാണ് കുമരനെല്ലൂർ ഹൈസ്കൂൾ. ആ വിദ്യാലയത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതം ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇന്നും ഒരു നിധി പോലെ കാണുന്നു. കുമരനെല്ലൂർ എന്ന വാക്ക് കേട്ടാൽ തന്നെ കോരിത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. അത്ര വലിയൊരു സ്കൂള്. എൻ്റെ അമ്മയും അമ്മയുടെ അമ്മ ആദ്യത്തെ ഞങ്ങളുടെ നാട്ടിലെ ടീച്ചറായിരുന്നു. ആ ടീച്ചർ പഠിപ്പിച്ച കുമരനെല്ലൂർ സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടായി. മഹാകവി അക്കിത്തത്തിൻ്റെയും MT വാസുദേവൻ നായരുടെയും ഗ്രേസ് നിറഞ്ഞു നിന്ന ഒരു സ്കൂൾ, ഹൈസ്കൂൾ.
ഫുട്ബോളിന് വലിയ ചരിത്രം, കായിക മത്സരങ്ങളുടെ ചരിത്രം, സാംസ്കാരിക ചരിത്രം, സംഗീത പാരമ്പര്യം എന്നുവേണ്ട എല്ലാ നാടകം, കവിത, സയൻസ് ക്ലബ്ബ് ഇങ്ങനെയുള്ള എല്ലാവിധ നാനാവിധത്തിലുള്ള സാംസ്കാരിക വളർച്ചയ്ക്ക് ഉള്ളൊരു പശ്ചാത്തലം കുമരല്ലൂർ സ്കൂളിലുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ സ്ഥാനം വളരെ വലുതാണ്. അവരേത് മേഖലയിലുള്ള ആളും ആയിക്കോട്ടെ, മാതാപിതാക്കൾക്കൊരു വലിയ പങ്ക് അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ സാറിൻ്റെ സംഗീത ജീവിതത്തിൽ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം എത്രമാത്രമാണ്? അമ്മയുടെ വീട് എന്ന് പറയുന്നത് തൃക്കണ്ടിയൂർ കളത്തിൽ എന്ന ഒരു മേനോൻ ഫാമിലിയാണ്. വലിയൊരു പാരമ്പര്യമുള്ള വലിയൊരു തറവാട്ടിലെ അമ്മയായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആദ്യത്തെ ടീച്ചർ എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. ആ നാട്ടിലെ ഒരു പ്രത്യേക സ്ഥാനം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമായിരുന്നു, സാമ്പത്തിക സ്ഥാനമായിരുന്നില്ല. കലയും സംഗീതവും സാഹിത്യവും ഒക്കെ ത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഞങ്ങളുടെ വീട് നിറഞ്ഞു നിന്നിരുന്നു. അച്ഛൻ MT കുട്ടീഷ്ണമേനോൻ മതിലകത്ത് തെക്കുംപുറത്തെ ഫാമിലിയിലെ ഒരു മേനോൻ ഫാമിലിയിലെ പാരമ്പര്യമുള്ളൊരു ഫാമിലിയിലെ വളരെ ഡിസിപ്ലിൻഡായിട്ട് അധ്യാപക ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് വയലിൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സ്കൂളിലെ ഒരു അധ്യാപക നിലയ്ക്ക് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് 400-500 രൂപയൊക്കെയാണ് ഒരു സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ആ ഫുൾ എമൗണ്ടും ഒരു കറുത്ത ബാഗിൽ അച്ഛൻ വെച്ചിട്ട്, ശമ്പളം കിട്ടിയ ബാഗും വെച്ച് ഞാൻ വയലിൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയിട്ട് അച്ഛൻ എനിക്ക് വയലിൻ വാങ്ങി തന്നിട്ട് തിരിച്ചു പോരുമ്പോൾ 10-15 രൂപ അച്ഛൻ്റെ ബാഗിൽ ബാക്കിയുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബമാണ്. സാറിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാമോ? വൈഫിൻ്റെ പേര് ഗീത. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പട്ടാമ്പിയിലെ അതും ഇതുപോലെ വലിയൊരു പാരമ്പര്യമുള്ള പൊളിറ്റിക്കലി എന്നും പറയാം, മറ്റു തരത്തിലും എല്ലാ തരത്തിലും ഒരു പാരമ്പര്യമുള്ള ഒരു വലിയൊരു ഫാമിലിയാണ് പട്ടത്ത് ഫാമിലി. പട്ടത്ത് ഫാമിലിയിൽ 5 ബ്രദേഴ്സ് വളരെ ഫേമസ് ആയ ആൾക്കാരായിരുന്നു. അവർക്ക് ഉള്ള ഏക സഹോദരിയുടെ പുത്രി ഗീത ആണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. പട്ടാമ്പിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ്. അതുവരെ എനിക്ക് പട്ടാമ്പിയുമായിട്ട് അത്രയധികം ബന്ധമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. എനിക്കൊരു മോളാണുള്ളത്. അവളുടെ പേര് അമൃത മേനോൻ. എൻ്റെ പേര് ഡോക്ടർ അമൃത മേനോൻ. ഞാനിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്, ഓർത്തഡോണ്ടിസ്റ്റായിട്ട്. പഠിച്ചത് MBS ആണ്. സംഗീതം ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ ഉള്ളതാണ്. പക്ഷെ ഞാൻ സംഗീതം പഠിച്ചത് ശ്രീ കാവാലം സജീവ് സാറിൻ്റെ അടുത്താണ്. തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ സംഗീത അഭ്യാസമൊക്കെ ഉണ്ടായത്. പിന്നെ ഒരുപാടൊന്നും ഞാൻ അങ്ങനെ കരിയർ വൈസ് ഞാൻ മ്യൂസിക്കിലോട്ടൊന്നും പോയിട്ടില്ല. പഠിത്തമൊക്കെ ആയി പിന്നെ പ്രൊഫഷനൊക്കെ മാറിയതുകൊണ്ട് പിന്നെ ഞാൻ സംഗീതം കണ്ടിന്യൂ ചെയ്തില്ല. അതിൽ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വർണ്ണം മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. രണ്ടുപേരും സെയിം ഹോസ്പിറ്റലിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ അക്ഷയ് മോഹൻ. ഞാൻ ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എൻഡോഡോണ്ടിസ്റ്റാണ്. എൻ്റെ വീട് പ്രോപ്പർ കാലിക്കറ്റാണ്. എൻ്റെ ഫാദർ ബിസിനസ്സാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കുള്ളതൊരു സിസ്റ്ററാണ് അഞ്ജലി. അവളുടെ ഹസ്ബൻഡ് രാജസ്ഥാനിൽ മേജറാണ്, മെഡിക്കൽ കോർപ്സിലാണ്. പിന്നെ നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫും സൗദി അറേബ്യയിലാണ്. നമ്മൾ അവിടെ നിന്നും ആക്ച്വലി മ്യൂസിക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സൗദിയിൽ വരുമ്പം നമ്മളെപ്പോഴും മ്യൂസിക്കൽ ഈവൻസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ മോളും ഭയങ്കര
മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മ്യൂസിക്കായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. വളരെ ചുരുങ്ങി എല്ലാവരും പറയുന്ന പോലെ ഒരു മൈക്രോ ഫാമിലി തന്നെയാണ്. ഒരേ ഒരു മകള്, അങ്ങനെയുള്ള ഒരു ജീവിതം. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ മോളൊക്കെ പഠിച്ച് വളർന്നത് മുഴുവൻ ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തൊക്കെയാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ അവളുടെ കൂടുതൽ സ്റ്റഡി ഉണ്ടായിട്ടുള്ളത്. പിന്നെ അമൃത കോളേജിൽ പഠിച്ചു, അതുപോലെ SRM ഡെൻ്റൽ കോളേജിൽ പഠിച്ചു. അങ്ങനെ പഠനമൊക്കെ അങ്ങനെയായിരുന്നു. മകൾക്ക് ഒരു കുട്ടിയുണ്ട്. ആ കാര്യം ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. കാരണം അവളുടെ പേര് മിറായ മേനോൻ അക്ഷയ് എന്നുള്ളതാണ്. വളരെ പ്ലസൻ്റാണ്. സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും സിത്താറും വയലിനൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ വന്ന് കൂടെ പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു മുത്തച്ഛനായ സന്തോഷം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഷെയർ ചെയ്യുന്നു. ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഏതാണ്? അതിനൊരു 2 വരി മൂളാമോ? സാമ്യമകന്നൂരു ധ്യാനമേ കൽപ്പകോ ധ്യാനമേ, നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലും ദേവിയുണ്ടോ ദേവി, സാമ്യമകന്നൂരു ധ്യാനമേ. നീണ്ട കലാസപര്യയിലൂടെ നമുക്ക് നന്മയുടെ വഴികൾ കാണിച്ചു തന്ന സാറിനും കുടുംബത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും EN24 ന്യൂസ് ചാനലിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.